പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിന്റെ ഒന്നാം അധ്യായമായ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഇതിനകത്ത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് തലങ്ങൾ, ഇപ്പൊ മാനേജ്മെന്റിന്റെ വിവിധ തലങ്ങൾ അതിനെ പറ്റിയുള്ള ചർച്ചകളാണ്, അല്ലെങ്കിൽ വിവിധ തലങ്ങൾ, വിവിധ ലെവൽസ് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഈ ക്ലാസ്സിനകത്ത് നടക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നേച്ചർ ഓഫ് മാനേജ്മെന്റ്, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ മാനേജ്മെന്റ് വിവിധ തലങ്ങൾ, ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ആളുകൾ വർക്ക് ചെയ്യുന്ന വിവിധ മേഖലകളിലാണ്. വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിനെ നമുക്കറിയാം. ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഉന്നത ലെവലിൽ നിൽക്കുന്ന, അല്ലെ, ഒരു മുകൾ ലെവലിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഓർഗനൈസേഷന്റെ ഓവറോൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മാനേജിംഗ് ഡയറക്ടർ. അതുപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാണാൻ പറ്റും. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും, അല്ലെ. ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, അതായത് ഫിനാൻഷ്യൽ മാനേജർ, പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, ഇങ്ങനെ മാനേജർമാരെ കാണും. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ മാനേജിംഗ് ഡയറക്ടറുടെ താഴെയാണ്. അവർ മാനേജിംഗ് ഡയറക്ടർ കൺട്രോളിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിനകത്ത് ചില സൂപ്പർവൈസേഴ്സ്, അല്ലെങ്കിൽ ചില ഫോർമാൻസ്, അല്ലെങ്കിൽ സൂപ്രണ്ടുകൾ, അങ്ങനെയൊക്കെ കാണാം. അപ്പോൾ അവരാണ് അവരുടെ താഴെയുള്ള ജോലിക്കാരെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു നിശ്ചിത നമ്പർ എംപ്ലോയീസിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സൂപ്പർവൈസറോ ഒരു ഫോർമാനോ കാണാം. അപ്പൊ ഇങ്ങനെ ഓരോ ആളുകളും വിവിധ മേഖലകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും മുകളിലുള്ള ആളുകളാണ് നമ്മൾ എന്ത് ചെയ്യാം, മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്, അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് ഇരിക്കും. അതിന് താഴെയാണ് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ്, നേരത്തെ പറഞ്ഞ പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ ഒക്കെ വരുന്നത്. അതിന് താഴെയാണ് ഫോർമാൻ വരുന്നത്. അപ്പൊ ഈ ഒരു ലെവൽ ഹൈറാർക്കിയാണ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് തലങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ദ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് assigned to each individual in the hierarchy of an organization to complete a particular job binds them as superior and subordinate and give rise to different levels of management. അതായത് ഒരു ഓർഗനൈസേഷനകത്ത് ഉള്ള ഓരോ ഇൻഡിവിജ്വൽസ്, ഓരോ എംപ്ലോയീസിനും അധികാരങ്ങളും, അതായത് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അധികാരവും ഉത്തരവാദിത്തങ്ങളും അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതിനു വേണ്ടിയാണ് ടു കംപ്ലീറ്റ് എ പർട്ടിക്കുലർ ജോബ്, ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം. ആ ബന്ധം എന്ന് പറയുന്നതാണ് ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ്, മേലുദ്യോഗസ്ഥൻ കീഴ് ജീവനക്കാരൻ എന്നുള്ള ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഒരു ഹൈറാർക്കി, അതിന്റെ ഒരു ശ്രേണിയാണ് നമ്മൾ പറയുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയും. ഇറ്റ് ഈസ് എ ഹൈറാർക്കി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കാണിക്കുന്നുള്ള ഒരു ശ്രേണിയാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ്, ഉന്നത മാനേജ്മെന്റ് എന്ന് പറയും. അതിന്റെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാനേജിംഗ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ്, ഇവരൊക്കെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഉന്നത മാനേജ്മെന്റ് ആണ് നമുക്ക് പറയാം. അതിന് താഴെ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആയിട്ടുള്ള പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഇതൊക്കെ നമുക്കറിയാം മിഡിൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയാം. മധ്യതല മാനേജ്മെന്റ് എന്ന് പറയുന്നു. താഴെ വരുന്ന ഫോർമാൻ, സൂപ്പർവൈസേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ലോവർ ലെവൽ മാനേജ്മെന്റ്, സൂപ്പർവൈസറി ലെവൽ ഓർ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയും. പ്രവർത്തന മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റിനെ 3 തലങ്ങളായിട്ട് വിഭജിക്കുന്നു. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് ലോവർ ലെവൽ ഓർ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റ്.
നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് ടോപ്പ് മാനേജ്മെന്റ്, ഉന്നതതല മാനേജ്മെന്റ് ആണ്. ഇവിടെ പറയുന്നത് സീനിയർ മോസ്റ്റ് എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകൾ, ഏറ്റവും സീനിയർ മോസ്റ്റ് എക്സിക്യൂട്ടീവ്, അതായത് ആ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള ആളുകളെ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ബിസിനസ് ഓർഗനൈസേഷൻ ഏറ്റവും മുകൾ തലത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അവരാണ് ബിസിനസിന്റെ ഓർഗനൈസേഷൻ ഓവറോൾ പെർഫോമൻസിനെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഓവറോൾ പ്രവർത്തനങ്ങൾ മൊത്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ടോപ്പ് മാനേജ്മെന്റ്. അതായത് ആ ഓർഗനൈസേഷൻ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും സീനിയർ മോസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ആ ഓർഗനൈസേഷനകത്തെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളെ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വരുന്നത് ഇറ്റ് ഈസ് എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് മാനേജേഴ്സ് ഫ്രം ഡിഫറെന്റ് ഫങ്ഷണൽ ലെവൽസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസേഷനകത്ത് പല മേഖലകളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. പ്രൊഡക്ഷൻ ഉണ്ടാവും, പർച്ചേസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും. അപ്പൊ ഇത്തരം മേഖലകളിൽ ഉൾപ്പെടുന്ന ഒരു ടീം, ഒരു ഗ്രൂപ്പ് മാനേജേഴ്സിനെ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വിവിധ മേഖലകളിൽ, അതായത് ഓർഗനൈസേഷനുമായി ഒരു ബിസിനസ് സ്ഥാപനത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു മാനേജേഴ്സിന്റെ ഒരു ടീം, ഒരു കൂട്ടായ്മയാണ് നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Their basic task is to integrate diverse elements and coordinate the activities of different departments. അപ്പോൾ ടോപ്പ് മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ചുമതല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രേറ്റ് ഡൈവേഴ്സ് എലമെന്റ്സ്. അതായത് ഓർഗനൈസേഷന്റെ പല എലമെന്റ്സുകൾ, പല ഘടകങ്ങളുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ റിസോഴ്സ് എടുക്കുകയാണെങ്കിൽ മെറ്റീരിയൽ റിസോഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ്, ഇതിനെ നമ്മൾ ഏകോപിച്ചു കൊടുക്കും. അപ്പോൾ ഇതിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇതിനൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരണം, ഒന്നിച്ച് കൊണ്ടുവരണം. ആൻഡ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ പലതരം ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ടോപ്പ് മാനേജ്മെന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചുമതല അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ദേ മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ ദ കോർഡിനേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് കോമൺ ഒബ്ജക്റ്റീവ്. അപ്പം ഓർഗനൈസേഷന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ടോപ്പ് മാനേജ്മെന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ധർമ്മം അല്ലെങ്കിൽ ചുമതല എന്ന് പറയുന്നത്. They formulate overall organizational goals and strategies to their achievement. ഇപ്പോൾ ടോപ്പ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ഓർഗനൈസേഷണൽ ഗോൾ. ഇപ്പോൾ ഓർഗനൈസേഷന് പൊതുവായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടാവും. എല്ലാ ഓർഗനൈസേഷനും ഇറ്റ്സ് ഓൺ ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ്. ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഓർഗനൈസേഷൻ എന്താണ്, അതിൻ്റെതായ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ടോപ്പ് മാനേജ്മെന്റിന്റെ ഒരു ഉത്തരവാദിത്വം. അത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷം 1,00,000 പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുക. അപ്പോൾ 1 lakh പ്രോഡക്ട്സ് ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാണ് 1,00,000 പ്രൊഡക്റ്റ് ഒരു വർഷം ഉത്പാദിപ്പിക്കണം. അപ്പോൾ അതിന് ആവശ്യമായ സ്ട്രാറ്റജീസ്, ഏത് രീതിയിൽ നമുക്കിത് ഉത്പാദിപ്പിക്കാൻ പറ്റും, ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കാൻ പറ്റും, അതിന് വ്യക്തമായ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുക എന്നുള്ളതാണ് ടോപ്പ് മാനേജ്മെന്റിന്റെ മറ്റൊരു ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അപ്പോൾ ഓർഗനൈസേഷന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാക്കുക എന്നതും ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ആവശ്യമായ സ്ട്രാറ്റജീസ്, വഴികൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ടോപ്പ് മാനേജ്മെന്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല അല്ലെങ്കിൽ ഫങ്ഷൻസ് നമുക്ക് പറയാം. പ്രധാനമായിട്ടും വരുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഉദാഹരണമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മാനേജിംഗ് ഡയറക്ടർ, സെക്രട്ടറി, ഇങ്ങനെ പല പോസ്റ്റുകളിലും അറിയപ്പെടാം, പല പേരുകളിലും അറിയപ്പെടാം. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, ഏറ്റവും മുകളിലുള്ള ആളുകളെയാണ് നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പല രീതിയിൽ പല പേരുകളിലും അറിയപ്പെടും. അപ്പൊ എന്തായാലും അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ എന്ന് പറയുന്നത് ബിസിനസിന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, അതായത് മൊത്തമായിട്ടുള്ള ഓർഗനൈസേഷന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം എന്താണോ അപ്പോൾ ലക്ഷ്യം എന്താ തീരുമാനിക്കുക. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾ, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ടോപ്പ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. രണ്ടാമത്തെ വിഭാഗമാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ മധ്യതല മാനേജ്മെന്റ്. ഇവിടെ നമ്മൾ വരുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു
ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മാനേജേഴ്സാണ് പ്രധാനമായിട്ടും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മധ്യതല മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. ദർ ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓർഗനൈസേഷൻ ലെവൽ ഏറ്റവും മുകളിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, രണ്ടാമത്തെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ഏറ്റവും താഴെ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെയും ലോവർ ലെവൽ സൂപ്പർവൈസറി മാനേജ്മെൻറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്കായിട്ടാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ, അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ കൂടി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ദേ ആക്ട് ആസ് എ ലിങ്ക്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഇൻഫർമേഷൻസ് താഴെ കൊടുക്കുകയാണെങ്കിൽ അത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും പ്രശ്നങ്ങൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ അറിയിക്കാനുണ്ടെങ്കിൽ അതും ത്രൂ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ലെവൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്സ്. They are the subordinates to top managers and superiors to the first line managers. ഇപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ആക്ടേഴ്സ് ദ സബോർഡിനേറ്റ്സ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കീഴ് ജീവനക്കാരനായിട്ടാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അതേസമയം എന്താണ് ദ ആർ ദ സുപ്പീരിയേഴ്സ് ടു ലോവർ ലെവൽ മാനേജേഴ്സ്. ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഒരേ സമയത്ത് എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ സബോർഡിനേറ്റുമാണ്, അതേസമയം ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ സൂപ്പർവൈസറി മാനേജേഴ്സിൻ്റെ സുപ്പീരിയറുമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ദേ ആക്ട് ആസ് എ സബോർഡിനേറ്റ് ആൻഡ് സുപ്പീരിയർ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് തന്നെ എന്താണ് ഒരു സബോർഡിനേറ്റിൻ്റെ ഡ്യൂട്ടിയും ഒരു സുപ്പീരിയറിൻ്റെ ഡ്യൂട്ടിയും വഹിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് മധ്യതല മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് middle level management duty. They are called as a subordinates of top level managers, and at the same time they are the person to implement the policies through lower level management. Lower level managementlൂടെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതും അതിൻ്റെ ഡ്യൂട്ടിയാണ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ they are act as a superior of lower level managers. Main task is to carry out the plans formulated by top managers. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാൻസ്, അവർ തയ്യാറാക്കുന്ന പ്ലാനുകൾ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അപ്പോൾ പ്ലാൻസ് ഫോർമുലേറ്റഡ് ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ് ആർ ഇംപ്ലിമെൻറ്റഡ് ബൈ ദ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഉന്നത മാനേജ്മെൻറ്റുകൾ രൂപീകരിക്കുന്ന പ്ലാനുകളും പോളിസികളും എന്ത് ചെയ്യുക കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് മധ്യതല മാനേജ്മെൻറ്റുകളുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനിച്ച കാര്യങ്ങൾ താഴേക്കിടെയുള്ള ലോവർ ലെവൽ മാനേജേഴ്സിലൂടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി. ദ ഇന്റർപ്രറ്റ് ദ പോളിസീസ് ഫ്രെയിംഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് ഫ്രെയിം ചെയ്യുന്ന അവർ രൂപീകരിക്കുന്ന പോളിസി നയങ്ങൾ താഴേക്കടയിൽ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ആയിരിക്കുന്നുണ്ട് മധ്യതല മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട പോളിസികളൊക്കെ തീരുമാനിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ പോളിസി അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഉന്നതതല മാനേജ്മെൻറ്റുകൾ രൂപീകരിക്കുന്ന നയങ്ങൾ താഴേക്കടയിലേക്ക് എന്ത് ചെയ്യുക ആശയവിനിമയം നടത്തേണ്ട ഉത്തരവാദിത്തം കൂടി ആയിരിക്കുന്നുണ്ട് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ. അപ്പോൾ താഴേക്കടയിലേക്കുള്ള മാനേജേഴ്സ് സൂപ്പർവൈസറി മാനേജേഴ്സുമായിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തരുന്ന നിർദ്ദേശങ്ങൾ, അവർ തരുന്ന പോളിസീസ് കൃത്യമായി ആശയവിനിമയം നടത്തി അവരെ കൺവിൻസ് ചെയ്യിക്കുക, അവരെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം കൂടി മധ്യതല മാനേജ്മെൻറ്റിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ എൻഷുർ ദാറ്റ് ദെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ദ നെസസറി പേഴ്സണൽ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവർക്ക് ആവശ്യമായ എംപ്ലോയീസ് ഉണ്ട് എന്ന ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അതിൻ്റെ ഉത്തരവാദിത്തമാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തം. നേരത്തെ നമ്മൾ പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനകത്തും ആവശ്യമായ രീതിയിലുള്ള ആളുകൾ
അത് എംപ്ലോയീസ്, അത് രണ്ട് രീതിയിൽ വരാം. സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയികളും വരും, അൺസ്കിൽഡ് എംപ്ലോയീസ് ഉണ്ടാവും, സെമി സ്കിൽഡ് എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം ആളുകളെയൊക്കെ ഓരോ ജോലിക്കും ആവശ്യമായ ആളുകൾ, ആവശ്യമായ യോഗ്യതയുള്ള ആളുകൾ കൃത്യമായി ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും അതിൻ്റെ ഡ്യൂട്ടിയാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ് എന്ന് പറയാം. Assign necessary duties and responsibilities to them. But another duty of middle level management is എന്താണ്, അവരുടെ ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ഓരോ ആളുകൾക്കും ആവശ്യമായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും വിഭജിച്ച് നൽകുക എന്നുള്ളതും മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഒരു പ്രത്യേക ഡ്യൂട്ടിയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ ചുമതലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ഏതൊക്കെ പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്, അവർക്ക് വിഭജിച്ച് നൽകുക എന്നുള്ളതും മിഡിൽ മാനേജ്മെന്റ് ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാം. മോട്ടിവേറ്റ് ദം ടു അച്ചീവ് ദ ഡിസൈർഡ് ഒബ്ജക്റ്റീവ്സ്. മധ്യതല മാനേജ്മെന്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന, അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രാപ്തരാക്കുകയും അവരെ എന്ത് ചെയ്യുക, പ്രചോദിപ്പിക്കുകയും ചെയ്യണം. കാരണം നമുക്കറിയാം, ഡ്യൂട്ടീസ് നമ്മൾ ഒരാൾക്ക് ഡ്യൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് കൃത്യമായി വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അത് കൃത്യമായി വർക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യണം, നമ്മളത് ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് അവർ ആവശ്യമായ മോട്ടിവേഷൻ, അവർക്ക് എന്ത് ചെയ്യണം, പ്രചോദനം നൽകണം. അപ്പോൾ അത് പ്രചോദനം നൽകുന്നത് നമുക്ക് പല രീതിയിലുണ്ട്, ഇൻസെൻറ്റീവായിട്ടും നോൺ ഇൻസെൻറ്റീവായിട്ടുള്ള പ്രചോദനങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ ചില ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം, അല്ല അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ പ്രശംസിക്കുക, അവർ ചെയ്യുന്ന അച്ചീവ്മെൻറ്റ്സിനെ നമ്മൾ അംഗീകരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് കൂടുതൽ പ്രശംസ കിട്ടുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യപ്പെടും. പല രീതിയിലും എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാനുള്ള വഴികളൊക്കെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ദേ ഹാവ് ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ടു അച്ചീവ് ദ ഡിസൈർഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ഥാപിതമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, പ്രചോദിപ്പിക്കുക എന്നുള്ളതും മിഡിൽ ലെവൽ മാനേജ്മെന്റ്, മധ്യതല മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണെന്ന് പറയാം. ടു കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനകത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് പോകുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, അല്ലേ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ മെറ്റീരിയൽസ് ആവശ്യമായ സമയത്ത് ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്തം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി അതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ബന്ധമുണ്ട്, അല്ലേ? മാർക്കറ്റിൽ ആവശ്യമായ ഡിമാൻഡ് ഉള്ള സാധനങ്ങൾ ഡിമാൻഡുള്ള സമയത്ത് ലഭ്യമാക്കുക എന്നുള്ളത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എന്ത് ചെയ്യണം, പരസ്പരം സഹകരിച്ചു വേണം പ്രവർത്തിക്കാൻ. എന്നാൽ മാത്രമേ ഓർഗനൈസേഷന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു മിഡിൽ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും മറ്റു ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് നമുക്കറിയാം. പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്. അത് നമ്മൾ ഒരേ ജോലി സ്വഭാവമുള്ള ആളുകളൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് മാറ്റുകയാണ്, അല്ലേ? സെയിം ടാസ്ക്, ഒരേ ടാസ്ക് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നത്, ഡിപ്പാർട്ട്മെന്റേഷൻ വരുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റേഷന്റെ ഭാഗമായിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രത്യേകം അത് മാനേജ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആളുകളെ നമ്മൾ പോസ്റ്റ് ചെയ്യാണ്, അവരെ നമ്മൾ മാനേജേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, അല്ലെ, പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ ഓർഗനൈസേഷനും ഉണ്ടാകണമെന്നില്ല. അതിന്റെ പേരുകളിൽ വ്യത്യാസം വരാം. അത് ഓരോ ഓർഗനൈസേഷന്റെ നേച്ചർ ഓഫ് ആക്ടിവിറ്റീസ് അനുസരിച്ച് ആയിരിക്കും. നമ്മുടെ മൂന്നാമത് വരുന്നത് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഏറ്റവും താഴേക്കടയിൽ ഇരിക്കുന്നതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു മാനേജ്മെന്റ് ലെവലാണ് സൂപ്പർവൈസറി ഓർ ഓപ്പറേഷണൽ മാനേജ്മെന്റ്. ആ പ്രവർത്തന മാനേജ്മെന്റ് ആണ്. ഇവർ നമ്മൾ the person who directly implement the projects or plans formulated by top level management. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് തയ്യാറാക്കുന്ന പ്ലാനുകളും പോളിസികളും ആത്യന്തികമായി നടപ്പിലാക്കേണ്ട ഒരു വിഭാഗം ആളുകളാണ് സൂപ്പർവൈസറി ഓർ ഓപ്പറേഷണൽ മാനേജേഴ്സ് എന്ന്. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോർമാൻസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് കംപ്രൈസ് the lower level in the
ഹൈറാർക്കി ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ അധികാര ശ്രേണിയുടെ ഏറ്റവും താഴെ വരുന്ന ഒരു വിഭാഗമാണ് ഫോർമാൻ, അതുപോലെ സൂപ്പർവൈസേഴ്സ്. ഇപ്പോൾ സൂപ്രണ്ടിന് അങ്ങനെ പല പേരുകളിലും അറിയപ്പെടും. അപ്പോൾ ദേ ആർ ദ പേഴ്സൺസ് ഹു ഹാവ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് എംപ്ലോയീസുമായി ഏറ്റവും ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ള വിഭാഗമാണ് സൂപ്പർവൈസറി ഓപ്പറേഷണൽ മാനേജ്മെന്റ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവസാനമായി നടപ്പിലാക്കുന്ന വിഭാഗം ആളുകളാണ് സൂപ്പർവൈസറി അല്ലെ ഓപ്പറേഷണൽ മാനേജ്മെന്റ് അല്ലെ പ്രവർത്തന മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ദ സൂപ്പർവൈസേഴ്സ് ഡയറക്ട്ലി ഓവർസീസ് ദ എഫേർട്സ് ഓഫ് ദ വർക്കേഴ്സ്. അപ്പോൾ നമ്മുടെ വർക്കേഴ്സ്, ജോലിക്കാരുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും ഡയറക്റ്റായിട്ട് സൂപ്പർവൈസ് നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഇപ്പോൾ സൂപ്പർവൈസേഴ്സിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത്, സൂപ്പർവൈസറി മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്താണ്, അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ആ എംപ്ലോയീസ് അവർക്ക് കൊടുത്ത ഡ്യൂട്ടീസ് കൃത്യമായി പെർഫോം ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ അവർ ഡയറക്റ്റ് സൂപ്പർവിഷൻ വിത്ത് എംപ്ലോയീസിനെ ഡയറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകളാണ് സൂപ്പർവൈസറി മാനേജ്മെന്റിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ററാക്ട് വിത്ത് ദ ആക്ച്വൽ വർക്ക് ഫോഴ്സ് ആൻഡ് പാസ് ഓൺ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ മിഡിൽ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ ഓർഗനൈസേഷന്റെ സാധാരണ വർക്ക് ഫോഴ്സുമായിട്ട്, അതായത് സാധാരണ ലേബേഴ്സുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ആശയവിനിമയം ചെയ്യുന്ന ഒരു വിഭാഗമാണ് സൂപ്പർവൈസറി മാനേജ്മെന്റ്. അതുപോലെ അവരെന്ത് ചെയ്യുന്നു, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് വഴി വരുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആശയവിനിമയം നടത്തണം, അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. ഓർഗനൈസേഷൻ്റെ പോളിസിനെ കുറിച്ചും അതുപോലെ അവർ നടപ്പിലാക്കേണ്ട പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സാധാരണ രീതിയിലുള്ള അതായത് സാധാരണ വർക്ക് ഫോഴ്സിന് ആ ഓർഗനൈസേഷൻ ലേബേഴ്സിന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഭാഗം ആളുകളാണ് സൂപ്പർവൈസറി മാനേജ്മെന്റിലെ ഓപ്പറേഷണൽ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, സൂപ്പർവൈസറി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പ്രധാനമായിട്ടും വരുന്നത് സെറ്റ് ദ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്കാൻ ദ എൻവയോൺമെന്റിനെ പറ്റി പഠിക്കുന്നു. പിന്നെ പ്രിപ്പയർ പ്രോപ്പർ പ്രൊജക്റ്റുകൾ, അപ്പോൾ കൃത്യമായ പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പോളിസീസ്, ഓർഗനൈസേഷൻ്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വരുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് അലോക്കേറ്റ് റിസോഴ്സസ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുന്ന റിസോഴ്സുകൾ കൃത്യമായി വിഭജിച്ച് നൽകുക. അതുപോലെ തന്നെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കാം. എംപ്ലോയീസിന് അവരുടെ ഡ്യൂട്ടീസൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റിപ്പോർട്ട് ടു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് റിപ്പോർട്ട് നൽകണം. അതുപോലെ തന്നെ ടു സൂപ്പർവൈസ് ദ ലോവർ ലെവൽ മാനേജേഴ്സ് സൂപ്പർവൈസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരുന്നത്. പിന്നെ ഫങ്ഷണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റിൽ വരുന്നത് അല്ലെങ്കിൽ സൂപ്പർവൈസറി മാനേജ്മെന്റ് എന്താണ്, ഇംപ്ലിമെന്റ് ദ പോളിസീസ് ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എടുക്കുന്ന പോളിസികൾ നയങ്ങൾ നടപ്പിലാക്കുക. അതുപോലെ തന്നെ അസൈൻ ഡ്യൂട്ടീസ് ടു ലേബേഴ്സ്, വർക്ക് ഫോഴ്സിന് ആവശ്യമായ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. സൂപ്പർവൈസ് ദ വർക്ക് ഫോഴ്സ് ടു ഇംപ്ലിമെന്റ് ദ ആക്ടിവിറ്റീസ്, അവരെല്ലാ പ്രവൃത്തികളും കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് റിപ്പോർട്ട് ടു മിഡിൽ ലെവൽ മാനേജ്മെന്റിന് ആവശ്യമായ സമയങ്ങളിൽ റിപ്പോർട്ട് നൽകുക. ഇത്തരം കാര്യങ്ങളാണ് ലോവർ ലെവൽ മാനേജ് ഓപ്പറേഷണൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റിൽ വരുന്നത്. നമുക്കിവിടെ ഈ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എടുത്തത് ഏറ്റവും നമ്മളോട് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വരുന്നത് മാനേജിംഗ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വരുന്നത്. മിഡിൽ ലെവൽ മാനേജ് നമ്മളോട് ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളാണ്. ഇപ്പോൾ പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളാണ് സാധാരണയായിട്ട് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഉൾപ്പെടുന്നത്. ലോവർ ലെവൽ മാനേജർ നമ്മളോട് സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, അതുപോലെ തന്നെ നോൺ മാനേജീരിയൽ സ്റ്റാഫ് അല്ലാതെ ആളുകളൊക്കെ എവിടെ വരും, നോൺ മാനേജീരിയൽ സ്റ്റാഫുകളൊക്കെ ലോവർ ലെവൽ മാനേജ്മെന്റാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിരമിഡ് ഷേപ്പാണ് വരുന്നത് അല്ലേ. പിരമിഡ് ഷേപ്പാന്ന് പറയുമ്പോൾ ഏറ്റവും മേലെ ആളുകൾ കുറച്ചേ ഉണ്ടാവും, അത് താഴോട്ട് വരുന്നത് അതിൻ്റെ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അതിൻ്റെ ഷേപ്പിന് ഒരു പിരമിഡ് ഷേപ്പിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റിലായിരിക്കും. അതിന് കുറച്ചുകൂടി കൂടുതൽ ആളുകൾ മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരും. ഏറ്റവും കുറഞ്ഞ ആളുകൾ വർക്ക് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് പിരമിഡ് ഷേപ്പായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ലെവൽസ് ഓഫ് മാനേജ്മെന്റിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ ഓർ സൂപ്പർവൈസറി ലെവൽ.
ടോപ്പ് ലെവലിലാണ് നയപരമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ടോപ്പ് ലെവലിലാണ്. ഈ ടോപ്പ് ലെവൽ തീരുമാനിച്ച നയപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഡ്യൂട്ടി. അവരാണ് ടോപ്പ് ലെവലിനെയും ലോവർ ലെവലിനെയും ലിങ്ക് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ താഴെ വരുന്ന ലോവർ ലെവൽ മാനേജ്മെന്റ് സൂപ്പർവൈസറി മാനേജ്മെന്റ് ആണ് ആക്ച്വൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ടോപ്പ് ലെവലും മിഡിൽ ലെവലിലും തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഫൈനലായിട്ട് നടപ്പിലാക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ലോവർ ലെവൽ മാനേജ്മെന്റ്. ഇവിടെ സൂപ്പർവൈസേഴ്സ് അതുപോലെ തന്നെ എംപ്ലോയീസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകളാണ് ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റിൽ ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ മാനേജ്മെന്റ് വിവിധ തലങ്ങൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ചർച്ച ചെയ്തു. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, ഉന്നതതല മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, മധ്യതല മാനേജ്മെന്റ്, അതുപോലെ സൂപ്പർവൈസറി ഓഫ് ഓപ്പറേഷണൽ മാനേജ്മെന്റ്, കീഴ്ത്തല മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രവർത്തന മാനേജ്മെന്റ് എന്നീ തലങ്ങളെക്കുറിച്ചും അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡായി ചർച്ച നടത്തി കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.